ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പാവയ്ക്ക തീയലാണ്. പാവയ്ക്ക ഒരെണ്ണം കഴുകി വെച്ചിട്ടുണ്ട്. ഒരു പാവയ്ക്ക അതിന് ചേർക്കാനുള്ള, അതിൻ്റെ കൂടെ ഇടാനുള്ള ഉള്ളി കഴുകി പൊളിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ പച്ചമുളക്, പിന്നെ തേങ്ങ ഒരു മുറി, പിന്നെ കരിവേപ്പില, പിന്നെ കടുക്, ഉപ്പ്, എണ്ണ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി. ഇനി നമുക്ക് ഈ പാവയ്ക്കായ ഉള്ളിയും കൂടെ ഒന്ന് അരിഞ്ഞുകൊണ്ട് വരാം. നമ്മൾ പാവയ്ക്ക അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാവയ്ക്കായ്ക്കകത്തോട്ട് ശകലം ഉപ്പ് നമുക്ക് തിരുമ്മി വെക്കാം. എന്നിട്ട് ഈ പാവയ്ക്കായ്ക്കകത്ത് ഉപ്പ് തിരുമ്മി വെച്ചാൽ അരിഞ്ഞിട്ട് ഉപ്പ് തിരുമ്മി വെക്കുമ്പോൾ കഴിക്കുകയില്ല. പാവയ്ക്ക ഉപ്പ് തിരുമ്മി വെച്ചിട്ട് വെക്കുവാണ്. ഇത് നമുക്ക് വെച്ച് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഇത് വഴറ്റിയെടുക്കാം. അതിന് മുമ്പ് നമുക്ക് തേങ്ങ നമുക്ക് വറുത്തെടുക്കാം. ഈ പാത്രം അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഈ തേങ്ങ വറുത്തെടുക്കാം. നമുക്ക് തേങ്ങ ഇങ്ങോട്ട് വറുത്ത് ഇളക്കി കൊടുക്കാം. ഇത് നമുക്ക് മൂത്ത് വരുന്നതേ ഉള്ളൂ, മൂത്തില്ല. അത് ഒരു ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് ഇത് മല്ലിപ്പൊടിയുടെ മുളക് പൊടിയും ഇട്ട് നമുക്ക് എടുക്കാം. നല്ലപോലെ ആക്കി കൊടുക്കണം. പാവയ്ക്കാത്തയിൽ നല്ലതാണ്. നമ്മൾ തേങ്ങ വറുത്ത് നല്ലപോലെ മൂത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്കിനി ഈ മുളക് പൊടി ഒരു 2 സ്പൂൺ ഇടാവേ. മുളക് പൊടി ഇട്ട് ഇളക്കാം. നല്ലപോലെ മൂത്തിട്ടുണ്ട്. അതുപോലെ മൂത്തെടുക്കണം, എന്നാലേ തീയലിനൊരു നിറവും ഒക്കെ വരുള്ളൂ. ഇതിനകത്തോട്ട് നമുക്ക് ഇത് മുളക് പൊടി കൂടെ ഇട്ട് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ഈ മല്ലിപ്പൊടി കൊണ്ടിടാം. പണ്ടൊക്കെ മല്ലിയും മുളകും ഒക്കെ വറുത്തരച്ച് കറി വെക്കുന്നത്. ഇപ്പം അതില്ല, എല്ലാവരും പൊടികളാണ് ഇടുന്നത്. ഈ മല്ലിയും കൂടെ ഒന്ന് മൂത്ത് കഴിഞ്ഞിട്ട് നമുക്കിത് വെള്ളമില്ലാതെ അരച്ചെടുക്കണം. നമ്മൾ പാത്രം വെച്ചിട്ടുണ്ട്. എണ്ണ ഇനി ഒഴിക്കാം. പാത്രം ചൂടായി കഴിയുമ്പോൾ നമുക്ക് എണ്ണ ഒഴിക്കാം. ഇനി നമുക്ക് പാത്രത്തിൽ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഈ പാവയ്ക്ക അരിഞ്ഞ് വെച്ചിരിക്കുന്നത് നമുക്ക് ഇതിനകത്തോട്ട് ഇടാം. നമുക്കിനി ഇളക്കി കൊടുക്കാം. ഇനി അതൊക്കെ പാവയ്ക്ക വേകുമ്പോഴത്തേന് നമുക്ക് ഈ ഉള്ളി നമുക്ക് ഇതിനകത്തോട്ട് ഇടയ്ക്കായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. നമുക്ക് പാത്രത്തിനകത്തോട്ട് എണ്ണ ഒഴിക്കാം. എണ്ണ ഇതായി കഴിയുമ്പോൾ നമുക്ക് ഈ ഉള്ളി ഇതിനകത്തോട്ട് ഉള്ളിയും പച്ചമുളകും കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിനകത്തോട്ട് ഇടാം. ഇവിടെ വഴറ്റിയെടുക്കാം. അതേപോലെ സ്വല്പം ഉപ്പും കൂടെ ഇടാം. എളുപ്പം വഴന്ന് കിട്ടും. നമുക്ക് ഇളക്കി കൊടുക്കാം. പാവയ്ക്ക മൂത്തിട്ടുണ്ട്, ഉള്ളിയും മൂത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടെ ഒന്നിച്ച് നമുക്ക് ഇട്ടിളക്കാം. അത് നമുക്കിനി പുളി പിടിക്കാം. ഈ വാളമ്പുളിക്കകത്തോട്ട് ഇത് മഞ്ഞളിലാണ് ശകലം ഒന്ന് പിടിക്കട്ട. വാളമ്പുളിയുടെ ഉപ്പിൻ്റെ എല്ലാം കൂടെ ഒന്ന് പിടിച്ചിട്ട് നമുക്ക് അരപ്പിയെടുക്കാം. വെള്ളം തൊടാതെ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. നല്ലപോലെ അരഞ്ഞിട്ടുണ്ട്. വെള്ളം ഒഴിച്ചിട്ടേ ഇല്ല, നല്ലപോലെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കിനി ഈ തീയലിനകത്തോട്ട് ചേർക്കാം. ഇതിന് ഉപ്പ് എല്ലാം ഇട്ടിട്ടുണ്ട്. വാളമ്പുളി പിഴിഞ്ഞ് ഒഴിച്ചിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്കിനി ഈ അരപ്പ് ചേർക്കാം. വെള്ളം തൊടാതെ അരച്ചതാണ്. തീയലിന് അരപ്പൊക്കെ ഇട്ട് നല്ല ഇതാക്കിയിട്ടുണ്ട്. ഇനി ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് കടുക് വറുത്ത് ഈ തീയലിനകത്തോട്ട് പാവയ്ക്ക തീയലിനകത്തോട്ട് ഇടാം.
നമുക്ക് പാത്രം അടുപ്പോട്ട് വെച്ചിട്ടുണ്ട്. ഈ പാത്രം ചൂടായി കഴിയുമ്പോൾ നമുക്ക് എണ്ണ ഒഴിക്കാം. അത് കഴിയുമ്പോൾ നമുക്ക് ഈ കടുകിടാം. കഴിയുമ്പോൾ നമുക്ക് ഈ ഉള്ളി ഇടാം. നമുക്ക് നല്ല നാടൻ കരിവേപ്പിലയാണ്. നമുക്ക് ഈ കരിവേപ്പില എന്നിട്ട് അതിനകത്തോട്ട് നമുക്ക് ഇടാം. ഉള്ളിയും എല്ലാം മൂത്ത് കഴിയുമ്പോൾ നമുക്കിത് ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ പാവയ്ക്ക തീയലിനകത്തോട്ട് നമുക്ക് ഇടാം. പാവയ്ക്ക തീയൽ എല്ലാവർക്കും ഇഷ്ടമായിരിക്കുമല്ലോ, എല്ലാവരും വെക്കുന്നതായിരിക്കുമല്ലോ പാവയ്ക്ക തീയൽ. എല്ലാവരും പാവയ്ക്ക തീയൽ വെക്കണം. പറക്കുന്ന ഒരു നമുക്ക് ഈ കടുക് ഓർത്തിരിക്കുന്നത് നമുക്ക് ഈ പാവയ്ക്കകത്തോട്ട് നമുക്ക് ഇടാം. ഇനി നമുക്ക് ഇത് ഉപ്പുണ്ടോ എന്ന് നോക്കണ്ടേ, ഉപ്പും പുളി എരിവൊക്കെ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ചൂടുണ്ട്. ഇനി കയ്പൊന്നുമുള്ള പാവയ്ക്കല്ല, സൂപ്പറാണ്. പാവയ്ക്ക തീയൽ ചോറിനാൻ ഏറ്റവും നല്ലതാണ്. എല്ലാവരും ഇത് കാണണം. എല്ലാവരും ഇതുണ്ടാക്കാൻ മറന്നു പോകരുത്. ഇത് കാണുകയും ട്രൈ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഒന്നും മറന്നു പോകരുത്. ഞങ്ങൾ നാളെ വേറൊരു ഐറ്റമായിട്ട് വരുന്നതായിരിക്കും. ബായ്.